മുകേഷിന്റെ രാജി സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. കേരളത്തിലെ നേതാക്കൾ അഭിപ്രായം പറയുമെന്നായിരുന്നു മറുപടി. മുകേഷിനെതിരെ നടപടി വേണമെന്ന നിലപാടിലായിരുന്നു പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ബൃന്ദ കാരാട്ടിന്റെയും സുഭാഷിണി അലിയുടെയും നിലപാട്. മുകേഷിന്റെ കാര്യത്തില് അത് കേരളത്തിലെ ഡിസൈഡ്, നമ്മളിവിടെ ഒന്നും പറയാനായി. ഈ കാര്യം കേരളത്തിലെ ഡിസൈഡ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇന്നലെയും അദ്ദേഹം സമാന നിലപാട് സ്വീകരിച്ചിരുന്നു. ഇന്നിപ്പോൾ കുറച്ചുകൂടി വ്യക്തതയോടെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഇക്കാര്യത്തിൽ ഒരു നിലപാട് വരുമ്പോൾ പ്രകാശ് കാരാട്ട് എന്താണ് ഇങ്ങനെ? അനുജ, ഇക്കാര്യത്തിൽ പ്രകാശ് കാരാട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ വാചകങ്ങൾ അല്ലെങ്കിൽ അതേ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് ഇന്നും ഉണ്ടായത്. ഈ കാര്യത്തിൽ മുകേഷിന്റെ രാജിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന തലത്തിലാണ് എന്നും അവർ തീരുമാനമെടുത്ത് അറിയിക്കും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം പോളിറ്റ് ബ്യൂറോയിലെ തന്നെ മറ്റ് 2 വനിതാ അംഗങ്ങൾ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ ഘട്ടത്തിലും പ്രകാശ് കാരാട്ട് എന്നാൽ തീരുമാനം സംസ്ഥാനത്ത് എടുക്കുമെന്നാണ് വിശദീകരിച്ചിരിക്കുന്നത്. മുകേഷിന്റെ രാജി ആ ആവശ്യം ഉയരുമ്പോൾ മറ്റ് കോൺഗ്രസ് MLA മാർ രാജിവെക്കാതിരിക്കുന്നത് കാരണമായി ചൂണ്ടിക്കാണിക്കരുത് എന്നും അത് പാർട്ടി നയമല്ല എന്നും വ്യക്തമായ ഭാഷയിൽ തന്നെ മുകേഷ് രാജിവെക്കണമെന്ന് നേരിട്ട് പറഞ്ഞില്ല എന്നതൊഴിച്ചാൽ ബൃന്ദ കാരാട്ട് തന്റെ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാട് വിശദീകരിക്കുന്ന വെബ്സൈറ്റിലെ കോളത്തിലാണ് ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്കിലും പ്രകാശ് കാരാട്ട് ഇപ്പോഴും കഴിഞ്ഞ ദിവസത്തെ വാചകങ്ങൾ ആവർത്തിക്കുകയാണ്. സുഭാഷിണി അലിയും ഈ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നാണ് സുഭാഷിണി അലിയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും തുടർന്ന് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പോളിറ്റ് ബ്യൂറോയെ സംബന്ധിച്ചിടത്തോളം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ന്യൂമോണിയ ബാധയെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ പതിവ് രീതിയിലുള്ള അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം മറ്റ് അംഗങ്ങളും അസുഖബാധിതരും വാക്സിൻ സ്വീകരിച്ചതിനെ തുടർന്നുള്ള ശാരീരിക അസ്വസ്ഥതകളും ഉള്ളതിനാൽ തന്നെ ഇന്നലെയും ഇന്നും അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നിട്ടില്ല. പ്രകാശ് കാരാട്ട് മാത്രമാണ് നിലവിൽ ഇപ്പോൾ സെന്ററിലുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ഇപ്പോൾ പാർട്ടി ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഓൺലൈനോ മറ്റോ ആയിരിക്കും അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം ചേരുകയാണെങ്കിൽ പോലും അത്തരത്തിൽ ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്യുക. എന്തായാലും സംസ്ഥാനത്ത് ഈ മുകേഷിന്റെ രാജി സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള യോഗം ചേരുന്നതിന് തൊട്ടു മുമ്പായാണ് മുതിർന്ന പാർട്ടിയിലെ തന്നെ ഏറ്റവും മുതിർന്ന 2 വനിതാ നേതാക്കൾ തങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്ത് എന്ന് വിശദീകരിച്ചിരിക്കുന്നത്. മുകേഷ് രാജിവെക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ അക്കാര്യത്തിൽ നിന്നും മറ്റ് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒഴിഞ്ഞു മാറുന്നത് പാർട്ടി നയമല്ല എന്ന് തന്നെയാണ് ബൃന്ദ കാരാട്ട് തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ പ്രകാശ് കാരാട്ടാണ് ഈ ചോദ്യത്തോട് ഇന്നും ഒഴിഞ്ഞു മാറിയത്. കേരളത്തിലെ നേതാക്കൾ മറുപടി പറയേണ്ട വിഷയമാണ് എന്നുള്ളതാണ് ഇന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്.